പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഉപവാസത്തിൻ്റെ 12-ാം ദിവസം രാത്രികാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന പ്രിയരെ, ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ച പ്രിയ കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ ദൈവജനത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ 11 ദിവസക്കാലം എനിക്കറിയത്തില്ല, എങ്കിലും എന്നോട് ദൈവാത്മാവ് ഇടപെട്ട വിഷയം ഞാൻ പറയുന്നു. എൻ്റെ 11 ദിവസക്കാലം ഇതിനകത്തുണ്ടായിരുന്ന ഈ ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കും കർത്താവ് തൻ്റെ ജനത്തെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആശീർവാദം പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചില യെരിഹോ മതിലുകൾ ഇതിനകത്ത് ഇടിഞ്ഞു വീഴും. റിഖബന ശന്ധനാരകഹധ്വനി പ്രൗഢനാരിഖാനരഭ ഹസ്തന പ്രൗഢമനഗസ്യ. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ തടുക്കുന്ന യശേഖേബനറധ്വനി, ചില അഭിഷേകങ്ങളെ തടുക്കുവാൻ ശ്രമിക്കുന്ന പാരമ്പര്യ പോരുകളെ തമ്പുരാൻ കുടത്തിലെ വെട്ടിക്കളയുകയാ. റധ്വനി റഖേന റബന ഹധ്വനി പ്രൗഢമനഗസ്യ. യേശു ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്നു. ചിലതിനെ പണിതെടുക്കുന്ന ദിവസങ്ങളാണ് ഇനി മുമ്പിലുള്ളത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങളല്ല, ഓരോ നിമിഷങ്ങളും ഉപവാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തങ്കലിപികളെ കൊണ്ട് എഴുതപ്പെട്ട ദിവസങ്ങളായി കാണുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് ചില പ്രവർത്തികൾ വെളിപ്പെടുത്താൻ പോവുകയാ. ചിലരുടെ മേൽ വെളിപ്പാടിൻ്റെ ആത്മാവ്, ചിലർ പ്രവചിക്കാൻ തുടങ്ങും, ചിലർ വെളിപ്പാട് പറയുവാൻ തുടങ്ങും, ചിലർക്ക് രോഗശാന്തി ശുശ്രൂഷകൾ തമ്പുരാൻ നൽകുന്ന ദിവസങ്ങളാണ്. ഓ ലേഖേബനറധ്വനി പ്രൗഢമനഗസ്യ. ദേശത്തും വിദേശത്തുമായിരിക്കുന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതങ്ങളിലെ ചുറ്റുപാടുകളെ നോക്കിയിട്ടല്ല തമ്പുരാന്റെ ഹിതം നിങ്ങളിൽ വെളിപ്പെടുവാൻ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നും ആസ്തവത്താകാതെ ഓ രേഖേബന ശന്ധനാരക ഹസ്തന പ്രൗഢമനഗസ്യ വൈഡനാർ ഘാനരബ ഷൗഡേമാന റുഢാന റബന ഹധ്വനി പ്രൗഢമനഗസ്യ. യെസ്, നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും അസ്തമിച്ചു പോകാൻ ഇടവരുത്താതെ നിത്യ സൂര്യനായ ദൈവത്തിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യം നിങ്ങൾക്ക് മറവിടമായിരുന്നു കൊണ്ട്, നിങ്ങൾക്ക് പരിചയമായിരുന്നു കൊണ്ട്, നിങ്ങൾക്ക് പ്രതിഫലമായിരുന്നു കൊണ്ട്, നിങ്ങളുടെ വലത് ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, ആരാധിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വൈഡനാർ ഘാനരബ ശന്ധനെ. ആർക്കെല്ലാം ആത്മാവിൽ ഒന്ന് പ്രതികരിക്കാൻ സാധിക്കുമോ നിങ്ങളൊന്ന് പ്രതികരിച്ചാട്ടെ. വൈഡനാർ ഉഢാനരബ. ആയിരിക്കുന്ന ഇടം നിങ്ങളുടെ കഴിവ് പരിധിക്ക് അനുസരിച്ച് നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രതികരിച്ചാട്ടെ. വൈഡനാർ ഉഢാനരബ ശന്ധനാരക അർമനാർ ഘാനരബ ശദ്ധേന റഖ്വനി പ്രൗഢമനഗസ്യ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം നാം എല്ലാവരും കേട്ടു. ആ സാക്ഷ്യം പറഞ്ഞതായ സഹോദരി ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ പ്രിയ സഹോദരി പറഞ്ഞതായ സാക്ഷ്യം പറയുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട 2-3 വിഷയങ്ങളുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, എനിക്ക് അവരെ അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ അവർ വീഡിയോ ഓൺ ആക്കാതെയാ തൻ്റെ സാക്ഷ്യം പറഞ്ഞത്. എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, അവർക്ക് ലഭിച്ചതായ ആൺകുട്ടി ദാവീദ് പറഞ്ഞതുപോലെ, ഇതാ ഞാൻ പലർക്കും ഒരു അതിശയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനം ഘോഷിക്കുന്ന കർത്താവിൻ്റെ അതിശക്തനായ ഒരു ദൈവദാസനാക്കി മാറ്റുമെന്നും അവൻ വളരുന്നതോടുകൂടെ ദേശത്ത് അവനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും ചില ഭീതി പരത്തുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്നും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. വൈഡനാരിഖാനരവ ശന്ധനെ അർദ്ധന പ്രൗഢമനഗസ്യ വൈഡനാർ ഖാനരവ. 2026 ആണ്ട് 8-ാം മാസം അവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ചില നന്മകൾ അവരുടെ കരങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില അത്ഭുത വഴികൾ തുറക്കുമെന്ന്
ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് രാത്രികാലം ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, കാറ്റ് കൊണ്ടുപോയത്, കടൽ കൊണ്ടുപോയത്, മനുഷ്യൻ തട്ടിപ്പറിച്ചതാ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി നിങ്ങൾ പോയി എന്ന് കരുതിയ വിഷയങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഈ യോബിന് എങ്ങനെയെല്ലാം തിരികെ കൊടുത്ത് അവനെ മാനിച്ചുവോ, അവൻ്റെ ആ മാന്യത എങ്ങനെ ലോകം അറിഞ്ഞുവോ, അവൻ്റെ ആ മാന്യത എങ്ങനെ വേദപുസ്തകത്തിൽ എഴുതുവാൻ ഇടവന്നുവോ, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയെല്ലാം ഇരട്ടിയായി നൽകി കൊടുക്കുന്നൊരു ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുക മാത്രമല്ല, ഇവർ ആരെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടർ അവരുടെ അരികിലേക്ക് വന്നു ചേരുമെന്നും ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രികാലം ആലോചന വിളിച്ചു പറയുന്നു. പ്രിയ കർത്തൃദാസ് വീനാൻഡി പറഞ്ഞതുപോലെ അവരുടെ ആ വലിയ ആഗ്രഹം, അവരുടെ വലിയ ആശ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രിയരെ, നമ്മിൽ പലരും പൂർവികമായ ക്രിസ്ത്യാനികളാ, പൂർവികമായി നമ്മ പെന്തക്കോസ്തുകാരാ, നാം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് വന്നവരാ. ഈ നാം എല്ലാവരും വായിക്കുന്ന സത്യവേദ പുസ്തകം നാം വർഷങ്ങളായി നമ്മുടെ ഭവനങ്ങളിൽ കാണുന്നവരാ. എന്നാൽ വെറും 7-8 വർഷക്കാലത്തോളം മാത്രം പഴക്കമുള്ള ആ വിശ്വാസത്തിന്റെ അരികിലെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇന്ന് വലിയൊരു ചോദ്യമാ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. വെറും 7-8 വർഷങ്ങളെ കൊണ്ട് ആ സഹോദരി പറഞ്ഞ ഉറച്ച വിശ്വാസം, എൻ്റെ അപ്പൻ എന്നെ ജയോത്സവമായി നടത്തുന്നുവെന്ന് വെറും 8 വർഷക്കാലം അറിഞ്ഞ കർത്താവിനെ കുറിച്ച് ഇന്ന് രാത്രികാലം ഉപവാസത്തിന്റെ 12ാം ദിവസക്കാലം അതിശക്തമായി ആ ദൈവദാസി അങ്ങനെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഒരു കാര്യം നിശ്ചയമാകട്ടോ, നമ്മുടെ വിളി കേൾക്കാൻ, അപ്പാ എന്നുള്ളൊരു വിളി കേൾക്കാൻ ആഗ്രഹിച്ച് കാതു തുറന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട് നിശ്ചയം. ഇന്ന് രാത്രികാല ഹൃദയം തുറന്ന് ആർ വിളിക്കാൻ തയ്യാറാകുന്നുവോ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഞാൻ വന്ന് വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്ന് രാത്രികാലം ഇടപെടുന്നുവെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങൾ ചോദ്യങ്ങളുടെ മധ്യയായിരിക്കുന്നവർ, അതേ ചോദ്യങ്ങളുടെ മടുവിലിരിക്കുന്നവർ, ഇനിയും ഉത്തരം കിട്ടാതെ നിങ്ങൾ വ്യസനിച്ചിരിക്കുന്നുവോ? പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത്, കർത്താവിന്റെ സമയത്ത് ആ ഉത്തരം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതുവരെ പിടിച്ചു നിൽക്കുവാനുള്ളൊരു ദൈവകൃപ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രികാലം ആ ദൈവകൃപയായി എനിക്കും നിങ്ങൾക്കും ആവശ്യം. ആ ദൈവകൃപയായി എന്നിലും നിങ്ങളിലും വ്യാപരിക്കേണ്ടത്. ഈ ലോകം തരുന്ന സന്തോഷം അത് വളരെ കുറച്ചു കാലത്തേക്ക്, നിശ്ചിത കാലത്തേക്കേ ഉള്ളൂ. എന്നാൽ നമ്മുടെ അപ്പം തരുന്ന സന്തോഷമോ അത് നിത്യമായുള്ളതാ. ആയതിനാൽ ഇന്ന് രാത്രികാലം ആത്മാവിൽ പറയട്ടെ, പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരി പറഞ്ഞപ്പോ ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എടുത്ത വചനം വേറെയാ. പക്ഷേ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് ഈ വചനമല്ല, നീ വേദപുസ്തകം പിറകിലോട്ട് വായിക്കേ. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, പിറകിലേക്ക് പോ. ഞാൻ പിറകിലേക്ക് വന്നു. എനിക്കൊരു വാക്യം തന്നു. ഞാൻ എത്ര നേരം അതിൽ നിന്ന് ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബീനാൻഡി ഇപ്പോഴേ ചിരിച്ചു തുടങ്ങി. ഈ മനുഷ്യന് സമയം കൊടുത്തത് തികഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് രാത്രി തമ്പുരാൻ അങ്ങനെ ഒരു വാക്യം തന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പാ ഇത് എന്തിനാ ഈ വാക്യം? പ്രിയ കർത്തൃദാസൻ പാട്ട് പാടിക്കൊണ്ട് ആരാധിക്കുമ്പോഴാണ് എനിക്ക് ആ വചനം കിട്ടിയത്. ആ വചനം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ ഈ വചനം എൻ്റെ കയ്യിൽ തന്നത്? അതിനുള്ള ആൾ ഇതിനകത്തുരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരാളോ? അല്ല, ഇതിനകത്ത് ആളുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞു, തുറന്നു പറയാമല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആകെ കൂടി 28 പേരുണ്ട്. ഇതിൽ എത്ര പേർക്കുണ്ട്? അതിൽ പകുതി പേർ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ഇല്ല, നിനക്കിതിൽ അതല്ല കാണാൻ സാധിക്കുക. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നോടും തമ്പുരാൻ തൃശ്ശൂർ ഭാഷയിലെ ഇടപെടത്തുള്ളൂ. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ അതൊന്നും പേടിക്കണ്ട, നീ നോക്കിക്കോ, ഇതിന് 45-ന് മീതെ ആളുകൾ ഇതിനകത്ത് കയറിയിരിക്കും. ഞാൻ ചോദിച്ചു, ആൾക്കാരുടെ എണ്ണത്തിലല്ലോ? അല്ല, ഒരുക്കമുള്ള 45
പ്രാർത്ഥിക്കണം. അതെ, ഇന്ന് രാത്രികാലം ഞാൻ ഈ ഡിവൈസിലേക്ക് നോക്കിയപ്പോൾ 55 കഴിഞ്ഞു. 55 കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം നിശ്ചയമാകട്ടോ, ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെങ്കിൽ നിന്നും പ്രാപിക്കാൻ ആഗ്രഹത്തോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ആരെങ്കിലും ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടോ, അവരെ നിരാശയോടെ വിടുന്നതല്ല. വാക്കോളം നിറച്ച് അതേ ആർക്കും ഉപയോഗമില്ലാതെ കിടന്ന കൽഭരണിയെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, അതിൽ വക്കോളം നിറയ്ക്കേ. അതിന്റെ കാലല്ല, അരയല്ല, മുക്കാലല്ല, മുഴുവനല്ല, പിന്നെയോ അതിന്റെ വക്കോളം നിറയ്ക്കുവാൻ ദൈവാത്മാവ് ഇടപെട്ട് വെള്ളം കോരുന്നവർ അതിൽ നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അതിനെ വക്കോളം നിറച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം നിറയാൻ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോടായി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കടക്കുവാൻ കഴിയാത്ത വലിയൊരു ആത്മനദി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ഇതിനകത്ത് വ്യാപരിപ്പിക്കാൻ തുറന്നു വിടുകയാ. അതേ, മുട്ടോളമല്ല, അരയോളവുമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ചില കരച്ചിലിന്റെ അനുഭവം മാറും കേട്ടോ. ആ കരച്ചിലിന്റെ അനുഭവം മാറി നിങ്ങൾ സന്തോഷത്തോടെ കരയുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തതയോട് ഇടപെടുകയാ. സൂസൻ ബിജു ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന ഇടത്ത് തമ്പുരാൻ ചില വേദനകളെ നീക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ ഇനിയും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഞാൻ ഇന്ന് രാത്രികാലം ആ സാക്ഷ്യം കേട്ടപ്പോഴേ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ എന്തുള്ളൂ എന്ന് ചോദിച്ചു പോയി. കാരണം സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഞാനും അനുഭവിച്ചതാ. സഹായം ചോദിച്ച് ചെന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിനക്ക് തരാനല്ല, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ നിനക്ക് തരാൻ ഒക്കത്തില്ല. നിനക്ക് തന്നു കഴിഞ്ഞാൽ വേറെ ചിലർ വേദനിക്കും. ഞാനത് കേട്ടിട്ട് നിറകണ്ണുകളോടെ അന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ്. തമ്പുരാൻ്റെ കൃപയാൽ അതൊരു വലിയൊരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒരു സ്തോത്രം പറയും, ചിരിച്ചുകൊണ്ടൊരു സ്തോത്രം പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, നിൻ്റെ പൈസ എനിക്ക് വേണ്ട. അപ്പോൾ പിന്നെ നീ എന്തിനാ ചോദിച്ചേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നിനക്ക് തരാൻ മനസ്സുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. തരത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നാളുകൾക്കുള്ളിൽ ഞാൻ ചോദിച്ചതിനേക്കാൾ ഇരട്ടി പൈസ എൻ്റെ കയ്യിൽ വന്നുവെന്ന് ആ വ്യക്തി അറിയും തരത്തിൽ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ നടന്നു. ഇന്ന് രാത്രികാലം ആ സഹോദരിയെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാവരും വിടുതലുകൾ ലഭിക്കുമ്പോൾ കഴിഞ്ഞ കഷ്ടതയെ ഓർത്തുകൊണ്ട് ചില പാട്ടുകൾ പാടും. കഴിഞ്ഞ നാളുകളിൽ അവർ കടന്നു വന്ന കഷ്ടതയെ ഓർത്ത് അവർ പാട്ടുപാടും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് 4 വരി പാട്ട് പാടാനുണ്ട്. ആ പാട്ട് ഞങ്ങളുടെ കഷ്ടത കഴിഞ്ഞപ്പോൾ പാടിയതല്ല, ആ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് തമ്പുരാൻ തന്ന വാക്കുകളാ. ആ വാക്കുകൾ പിന്നീട് വരികളായി, ആ വരികൾ പിന്നീട് ഒരു പാട്ടായി. ആ പാട്ടിനെ നമ്മുടെ പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ അനിൽ അടൂർ ഈ കഴിഞ്ഞ നാളുകളിൽ പാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് റിലീസ് ചെയ്യാനായിട്ട് ഞാൻ മറ്റൊരു ചാനലിനെ അനുവദിക്കില്ല, ഇത് എൻ്റെ ചാനലിൽ എനിക്ക് റിലീസ് ചെയ്യണം. ഞാൻ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ, ഇത് ആരെങ്കിലും പാടുമോ എന്ന് ഞാൻ ചോദിച്ച വാക്കുകളാണ്. ഞാനും സിംഗിളും ചോദിച്ചു, ഇതൊക്കെ പാടാൻ പറ്റുന്ന വാക്കുകളാണോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഈ പാട്ട് ഞാൻ തന്നെ പാടും. ഞങ്ങൾ ഈ അനിൽ അടൂർ പാസ്റ്ററെ പാട്ട് അല്ലെങ്കിൽ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ എഴുതി തുടങ്ങിയതാ. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു തവണയെ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചത്. അത് ഞാൻ നന്ദി പറയാൻ വിളിച്ചപ്പോൾ, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ആ പാട്ടുകൾ കൊണ്ടുപോയി ആ അനിൽ അടൂർ പാസ്റ്റർ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് എന്തേ വരാൻ ലേറ്റായി? അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇത് ആരാ റിലീസ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാടാൻ പാസ്റ്റർ അനിൽ അടൂരച്ചായനെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ തന്നെ പാടും.
എൻ്റെ ചാനലിൽ തന്നെ റിലീസ് ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് മനസ്സ് വേദനിച്ചിരിക്കുന്ന നിമിഷമാണോ, വലിയ താളഭംഗിയൊന്നുമില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിന് സമാധാനം പകരുവാൻ ഉതകുന്നതാണെങ്കിൽ അത് ഉതകുക തന്നെ ചെയ്യും. യൂട്യൂബിൽ അനിൽ അടൂരിൻ്റെ പാട്ടുകൾ അന്വേഷിച്ചാൽ കണ്ണീര് മാറും, വേദന നീങ്ങും എന്നിങ്ങനെ ഒരു പാട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് കേൾക്കണേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ പാട്ട് പാടുമ്പോൾ നമ്മളെല്ലാവരും പറയല്ലോ, ഞാൻ ഈ പാട്ട് ഇന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ എൻ്റെ അപ്പന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് പാട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ ആ സഹോദരിക്ക് ഏതെങ്കിലും തരത്തിൽ ബലം നൽകുന്നതാണെങ്കിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥ. അതെ, സജീന ബാബു. അതെ, ഞാൻ ആ ഡിവൈസിൽ DY എന്ന് കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അല്ലാതെ സജീന ബാബു എന്നുള്ള പേര് എനിക്ക് മുഴുവൻ അത് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കണ്ണാട വെച്ചിട്ട് നിൽക്കണം, എന്നിട്ട് സ്ക്രീനിൽ അത് കാണാൻ സാധിച്ചില്ല. പക്ഷേ DY എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അതിനാൽ ഇന്ന് രാത്രികാലം പറയട്ടെ പ്രിയ സഹോദരി, നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഞാൻ പറഞ്ഞ ദൂതാണ്, ആ കുഞ്ഞിനെ ഒരു ദൈവദാസനാക്കി. അതേ, വചനമെന്ന വാൾ, ഇരുവായ്ത്തല വാളിൻ്റെ വാൾ കൈ പിടിച്ച് ദൈവജനത്തിന് മുൻപാകെ നിർത്തുക മാത്രമല്ല, അത് ഒരു പടത്തലവന്റെ പോലെ വീര്യത്തോടെടുത്ത് ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാക്കി മാറ്റാൻ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറയെ തമ്പുരാൻ പറയുന്നു, ഞാൻ അവനെ വലങ്കരം പിടിച്ച് പൊക്കിയെടുത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവെന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. സാമ്പത്തികമായ ഒരു സ്രോതസ് തമ്പുരാൻ തുറക്കാൻ പോകുന്നുണ്ട്. ആരും കാണാതെ, ആരും കേൾക്കാതെ, ആരും അറിയാതെ ഒരു കോണിലിരുന്ന് നിങ്ങൾ എങ്ങനെ ഇത് നേടി എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വ്യത്യാസം പരിശുദ്ധാത്മാവ് എന്നെ അത് വളരെ വ്യക്തതയോടെ കാണിക്കുന്നു. തളർന്നതായ അവസ്ഥകൾ, കുഴഞ്ഞതായ അവസ്ഥകൾ, ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, ഗോതമ്പ് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴഞ്ഞതായ അവസ്ഥ. എന്നാൽ തമ്പുരാൻ പറയുന്നു, ഈ തളർന്നതും ഈ കുഴഞ്ഞതും ഈ ആടിയതുമായ അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയം മുമ്പിലുണ്ട് സഹോദരി. എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കണം, അവർ ഇനിയും പറയണം. പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ കേൾക്കാതിരിക്കുന്നത് കേൾക്കുന്ന രണ്ട് കാതുള്ള ജീവനുള്ള ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും ഉണ്ട് കേട്ടോ. അവൻ വഴിയിൽ വഴിത്തലയ്ക്കൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു കർത്താവല്ല. പിന്നെയോ എൻ്റെ നിങ്ങളുടെയും ആവശ്യങ്ങളെ കണ്ട് ദൈവ പ്രവർത്തിക്കാൻ എന്നെ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നവനാകയാൽ ഇന്ന് രാത്രികാലം ഞാനത് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളെ കാണരുതാത്തവർ കാണാതെയും നിങ്ങളെ പറ്റി കേൾക്കരുതാത്തവർ കേൾക്കാതെയും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് എങ്ങനെ പറിച്ചു നടുമോ അതുപോലുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ ശഖാബന. ഉറ്റോരും ഉടയോരും തള്ളിയ നേരം മാവോട് ചേർത്തന്നെ ആശ്വസിപ്പിച്ചു. ഉറ്റോരും ഉടയോരും തള്ളിയ നേരം മാവോട് ചേർത്തന്നെ ആശ്വസിപ്പിച്ചു. ഇമൻ കൂടാരത്തിൽ പുതുജീവൻ നൽകി, ഇമൻ കൂടാരത്തിൽ പുതുജീവൻ നൽകി, ആത്മാവിനാൽ എന്നെ നയിച്ചിടുന്നു. ഇമൻ കൂടാരത്തിൽ പുതുജീവൻ നൽകി, ആത്മാവിനാൽ എന്നെ നയിച്ചിടുന്നു. കണ്ണീരു മാറും, വേദന നീങ്ങും, യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാൻ വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കണ്ണീരു മാറും, വേദന നീങ്ങും, യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാൻ വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കടലിളകും പോലെ കഷ്ടത വന്നാ, കാറ്റടിക്കും പോലെ ശോധന വന്നാ, കടലിളകും പോലെ
കഷ്ടത വന്നാ, കാറ്റടിക്കും പോലെ ശോധന വന്നാ, കടലിന്മേൽ നടന്നവൻ കാറ്റിനെ ശാസിപ്പോ, കടലിന്മേൽ നടന്നവൻ കാറ്റിനെ ശാസിപ്പോ, എൻ കർത്തൻ എന്നോട് കൂടെയുണ്ട്. കടലിന്മേൽ നടന്നവൻ കാറ്റിനെ ശാസിപ്പോ, എൻ കർത്തൻ എന്നോട് കൂടെയുണ്ട്. കണ്ണീരു മാറും, വേദന നീങ്ങും, യേശുവൻ കൂടെയുള്ളതിനാ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കണ്ണീരു മാറും, വേദന നീങ്ങും, യേശുവൻ കൂടെയുള്ളതിനാ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മോട് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ നിങ്ങളുടെയും അവസാനം വരെ എന്ന്. ആ തമ്പുരാൻ ഇങ്ങനെയാ പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ സാധിക്കോ, എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന എൻ്റെ അപ്പൻ, എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കുന്ന എൻ്റെ അപ്പൻ, എൻ്റെ ഞെരുക്കം അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് എന്നോട് കൂടെ എൻ്റെ വലത്തുഭാഗത്തിരുന്ന് എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നുവെന്ന്, അവൻ തന്നെ മതി എൻ്റെ കൈ പിടിച്ച് നടത്താനെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ അല്പസമയ ചിന്തയ്ക്കായി യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു വാക്യങ്ങളാണ് ഇപ്പോൾ കർത്താവിന്റെ ദാസി വായിച്ചത്. എന്തിനാണ് ഈ വാക്യത്തിലേക്ക് കൊണ്ടുവന്ന് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷ തന്നെയാണ് അതിന് ഉത്തരം. കാരണം ഇതിനകത്ത് ഇത്രയും ആത്മദാഹത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം നിശ്ചയമാണ്. ആദ്യം നമുക്കൊരു പുറപ്പാട് വേണം. ആ പുറപ്പെടാൻ, തമ്പുരാൻ പുറപ്പെടുവിക്കാൻ, കൈ പിടിച്ചൊന്ന് ഇറക്കുന്ന നേരത്ത് ഞാനും നിങ്ങളും ഒന്ന് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇന്ന് പലരുടെ ജീവിതത്തിലും വരുന്ന വലിയൊരു പരാജയം എന്ന് പറയുന്നത്, അനുഭവത്തിലൂടെ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞിട്ടും കൂടെ വിളിച്ച് പുറത്തിറക്കാൻ നേരത്ത്, ഇല്ല കർത്താവേ ഇനി ഒരിക്കലാകട്ടെ എന്നുള്ള ചിന്താഗതിയോടെ, അല്ലെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ. ഇത് ഞാൻ കേട്ട വാക്കുകളാണ് കേട്ടോ. ഞാനൊരു കുടുംബത്തോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ താമസിക്കരുത്, നിങ്ങൾ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, എന്നെ നടത്തുന്ന എൻ്റെ അപ്പൻ എന്നോട് സംസാരിക്കും. ഇന്ന് എല്ലാ കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പട്ടത്തിൻ്റെ നൂല് വെട്ടി ആകാശത്തിൽ പറക്കുന്ന പോലെ പിടിവിടാതെ പറന്നുകൊണ്ടിരിക്കുകയാ. ആയതിനാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ആത്മനിയോഗത്തോടെ ഒരു ദൈവദാസൻ പറയുകയാ, നീ നിന്റെ കൂടാരം വിട്ട് പുറത്തിറങ്ങണമെന്ന് തോന്നി നിന്റെ ഹൃദയത്തോട് വാദിക്കുന്നുവെങ്കിൽ, പറയുന്നുവെങ്കിൽ, ഒരു കാര്യം നിശ്ചയമാക്കട്ടോ, വിളിച്ചിറക്കുവാൻ തമ്പുരാൻ നിന്റെ പടിവാതിക്കൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എബ്രഹാമിനോട് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എബ്രഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടുകൊണ്ട്, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. അപ്പോൾ അബ്രഹാം ചോദിച്ചില്ല ഞാൻ എങ്ങോട്ട് പോകണമെന്ന്. അബ്രഹാം ചോദിച്ചില്ല ആ ദേശത്തിന്റെ പേരെന്ത്. അബ്രഹാം ചോദിച്ചില്ല ആ ദേശം എങ്ങനെ ഇരിക്കുന്നു എന്ന്, അതിന്റെ പ്രത്യേകത എന്തെന്നും അബ്രഹാം ചോദിച്ചില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാൻ പുറപ്പെടുകയാണ്. ഇത് എൻ്റെ ഭാവനയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, എൻ്റെ ഭാവനയെ പറയാം. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് അപ്പനോട് പറയോ, ഞാൻ പുറപ്പെടുകയാണ്.
കൂട്ടത്തിൽ ഞാൻ സാറായിയെയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അബ്രാമിൻ്റെ അപ്പൻ ആ കസേരയിൽ ഒന്ന് ചാരി കസേരയിൽ ഇരിക്കുമായിരിക്കും. രാവിലെയല്ലേ, ഈ തെക്കൻ കേരളത്തിലെല്ലാം രാവിലെ വീടിൻ്റെ ഉമ്മറം എന്ന് പറയും, ഞങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ വരാന്ത എന്ന് പറയും. ആ ഉമ്മറത്ത് അപ്പൻ ആ ചാരി കസേരയിൽ ഇരുന്ന് ചിലപ്പോൾ ഒരു കട്ടനൊക്കെ കുടിക്കുന്ന നേരമായിരിക്കാം. ആ അബ്രാം വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു തടവുമില്ലാതെ പെട്ടെന്ന് നോക്കിയത് സാറായുടെ മുഖത്തേക്കായിരിക്കാം. സാറായും പറഞ്ഞ് ഞാനൊന്നും അറിയത്തില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നോക്കുന്നത് സാറയല്ല, അബ്രാമിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അമ്മയാണ് സാറായുടെ മുഖത്തേക്ക് നോക്കിയ. ഇന്നലെ രാത്രി നീ കിടക്കാൻ നേരത്ത് വല്ലതും പറഞ്ഞോടി എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. പക്ഷേ അബ്രാമിൻ്റെ വാക്കുകളിൽ ചില വിശ്വാസ്യതയുണ്ടായിരുന്നു, ചില ഉറപ്പുണ്ടായിരുന്നു. അബ്രാമിനോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? അറിയത്തില്ല. നീ എങ്ങനെ പോകുന്നു? അറിയത്തില്ല. എന്താണ് അടിസ്ഥാനം? അറിയത്തില്ല. പിന്നെ എന്തിനാ നീ പോകുന്നത്? രണ്ട് വാക്കുകൾ എൻ്റെ കർണപടത്തിൽ പതിഞ്ഞു. അത് ഇങ്ങനെ പറഞ്ഞത്, അബ്രാമേ, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ നിന്റെ ചാർച്ചക്കാരെയും ഈ ദേശത്തെ വിട്ടു പുറപ്പെടുക. പുറപ്പെടാൻ പറഞ്ഞവൻ എന്നെ നടത്താൻ തക്കവണ്ണം മതിയായവനെന്ന് അബ്രാം വിശ്വസിച്ചതുകൊണ്ട് അവന്റെ മുമ്പേ ഈ വഴികൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. അവന്റെ മുമ്പിൽ ചെല്ലേണ്ട സ്ഥലങ്ങളിലെല്ലാം അവന് ചെന്ന ജയത്തോടെ കുന്നോറി പോകുവാൻ തക്കവണ്ണം തമ്പുരാൻ ഇടവരുത്തി എന്നുള്ളതാ വാസ്തവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, കർത്താവ് കരം പിടിച്ച് പുറത്തേക്ക് ഇറക്കുവാൻ ചില ജീവിതങ്ങളോട് ഈ ദിവസങ്ങളിൽ ഇടപെടുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോട് ഇടപെടുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട യെഹെസ്കേൽ പ്രവാചകൻ ചെന്ന് നിന്നത് ഒരു പാലും തേനും ഒഴുകുന്ന ദേശത്തല്ലായിരുന്നു കേട്ടോ. അവൻ ചെന്ന് നിന്നത് സമതലമായ ഒരു ദേശത്തല്ല, വിളവ് തരുന്നൊരു ദേശത്തല്ല. പിന്നെയോ അവനെ കൊണ്ട് നിർത്തിയതൊരു താഴ്വരയില്ല. ആ താഴ്വരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ താഴ്വര മുഴുവനും അസ്ഥികളെ കൊണ്ട് നിറഞ്ഞതാ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ക്ഷീണിച്ചിരിക്കുന്നവരെ, ഉണങ്ങിയിരിക്കുന്നവരെ, അസ്ഥിതലമായി ഇരിക്കുന്നവരെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുന്നു, എഴുന്നേൽക്കേണ്ട സമയമായി. കേട്ടോ, എഴുന്നേൽക്കേണ്ട സമയമായി. ചില കാറ്റുകൾ നിങ്ങളുടെ മേലടിപ്പാൻ തക്കവണ്ണം ദൈവം ചില പദ്ധതികളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇങ്ങനെ ഇത്രയും ആധികാരികതയോടുകൂടെ എന്ത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ചില അനുഭവങ്ങൾ തമ്പുരാൻ തരും. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ലഭിച്ചതാ. കാരണം ഒരു കാലത്ത് നിങ്ങൾ എല്ലാവരും കാണുന്ന എന്നെയും സ്വിംബ്ലൂനെയും നിങ്ങൾ അറിയും, പക്ഷേ ഞങ്ങളുടെ പാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഒരു കാലത്ത് വേദനയില്ലാതെ എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് നടന്ന രണ്ട് ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ആത്മഹത്യ എങ്ങനെ വേദനയില്ലാതെ തീർക്കാൻ? കാരണം ഞാൻ ഗോൾഡിൻ്റെ ഫീൽഡിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഗോൾഡിൻ്റെ ഹോൾസെയിലും കടകളിൽ സപ്ലൈ ചെയ്യുന്ന ഇരുന്ന് പണിതിട്ടില്ല. പക്ഷെ ഒരു കേൾവി കേട്ടിട്ടുണ്ട്, സൈനൈഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇനി തൃശ്ശൂർ നഗരത്തെ വിട്ട് അതിനേക്കാൾ വലിയൊരു പണിശാല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് സൗത്ത് ഇന്ത്യയിൽ നോക്കിക്കൊണ്ട് എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കും. അത്രയേറെ പണിശാലകളുള്ള ആ തൃശ്ശൂരിൽ ഒരു നുള്ളു സൈനൈഡ് കിട്ടാൻ എനിക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ തമ്പുരാൻ എൻ്റെ കണ്ണിനെ അടച്ചു എന്ന് വേണം പറയാൻ. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാലേ, ഇടവും ഫലവും നിറഞ്ഞ കടബാധ്യതയായി, മുന്നോട്ട് നീങ്ങാൻ വഴിയില്ലാതെയായി, ആരെയെല്ലാം വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ചാടി പുറപ്പെട്ടൊരു വീട് വാങ്ങിയതേ ഓർമ്മയുള്ളൂ. ആദ്യത്തെ 4 മാസം ലോൺ അടച്ചുള്ളൂ, പിന്നീട് ലോൺ അടയ്ക്കാൻ സാധിച്ചില്ല. ലോൺ എമൗണ്ട് കേട്ട് നിങ്ങൾ ചിരിക്കരുത്. 3750 രൂപ. 3750 രൂപ ലോൺ അടയ്ക്കാൻ കഴിവില്ലാത്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ നരകയാതന അനുഭവിച്ച സമയമില്ല പ്രിയരെ. ആ വീട് വാങ്ങുന്ന സമയത്ത്, വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം 8.25 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റ് വീടും ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഭാര്യയും അമ്മയും അപ്പനും ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ സമയത്ത് കയ്യിൽ എൻ്റേതെന്ന് പറയാൻ 2 ടെമ്പോ ട്രാവലർ,
2 ടെമ്പോ ട്രാവലർ, ഇൻഡിക വിസ്റ്റ ഗോൾഡ് എന്ന് പറയുന്ന ഒരു കാർ, ഒരു ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, അപ്പന് പോവാൻ മാത്രമായി ബജാജ് ചേതക സ്കൂട്ടർ, വേണ്ടിയ സ്വർണ്ണാഭരണങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പെങ്ങളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കൈവെള്ളയിൽ നിന്നും ഓരോന്നായി എൻ്റെ കടക്കാരെടുത്ത് കൊണ്ടുപോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കേണ്ടതായ ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇത് വളരെ പഴയ കാലഘട്ടമൊന്നുമല്ല കേട്ടോ. 2006 നടന്ന സംഭവമായി പറയുന്നേ. 2006 ജൂണിൽ നടന്ന സംഭവമായി ഞാൻ ഈ പറയുന്നേ. എങ്ങനെ വന്നാലും ഏത് വന്നാലും എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനും വീട്ടുകാരും മുഖത്തോട് മുഖം നോക്കി നിന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ഇത്രയേറെ സ്വർണ്ണപ്പണിക്കാരുമായി ഇടപാടുള്ള നിനക്കൊരു നുള്ളു സൈനഡ് കിട്ടാൻ പറ്റത്തില്ല ജോ. ഞാൻ അതും തേടി നടന്ന സമയങ്ങളേറെയുണ്ട്. പക്ഷേ തമ്പുരാനെ എന്നെ നിങ്ങളെയും കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കും വരെയും എന്നെയും നിങ്ങളെയും തമ്പുരാൻ ഈ ലോകത്ത് നിന്നല്ല എവിടേക്ക് മാറാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാ മറ്റൊരു സത്യം. ഇന്ന് രാത്രികാലം പറയട്ടെ, എൻ്റെ മാതാവ് ആദ്യമായി സ്നാനപ്പെട്ടത്. മാതാവ് സ്നാനപ്പെട്ടപ്പോൾ സ്നാനക്കുട കടവിൽ വെച്ച് ആ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് മുള്ളു നിറഞ്ഞ വഴികളുണ്ട് മാതാവേ, നീ പ്രാർത്ഥനയോടെ നിന്നാൽ നിന്റെ തലമുറയുടെ അനുഗ്രഹം അവരോട് ചേർന്ന് നീ അനുഭവിക്കും. നിന്റെ മകൻ ഒരു ശുശ്രൂഷകനായി നീ കാണുമെന്ന് പറഞ്ഞപ്പോൾ നിറകണ്ണുകളോടെ നോക്കി നിന്ന് എൻ്റെ മാതാവ് വിളിച്ചു പറഞ്ഞു, അവനെ ഞാൻ ഒരു വയസ്സിൽ ദൈവത്തിന് വേണ്ടി നേർന്നതാ, ഇതുവരെയും ഒന്നും നടന്നില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ, ആ ഒരു വയസ്സിൽ നേർന്നതായ മാതാവ്, ആ മാതാവ് ഇന്ന് ഭൂലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 2018 എൻ്റെ ഈ നെഞ്ചി കിടന്ന് എൻ്റെ മാതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ ഇങ്ങനെ തന്നെ പറഞ്ഞ്, കുട്ടാ, നീ ഒരു പിടി കതിരുമായി അങ്ങേ തലക്കൽ വരുമ്പോൾ നിന്നെ സ്വീകരിച്ചാനയിക്കുന്ന ഒരുപാട് കണ്ണുകളെ നീ കാണും. അതിൽ നിറഞ്ഞ 2 കണ്ണിനെ കാണുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നിന്റെ ലീലാമയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, പ്രിയ മാതാക്കളെ, തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് തന്നെ നിങ്ങളുടെ തലമുറകളായി തീരുമെന്നുള്ളതിന് ഒരു ഉറച്ച സാക്ഷ്യമാ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ജീവനോടെ നിൽക്കുന്ന ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് എൻ്റെ ഇടത് കരത്തിൽ കിടന്നാ മരിച്ചത്. മാതാവിൻ്റെ നെഞ്ചിൽ കിടന്നാ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും, ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാനായ മകൻ ആരെന്ന് ചോദിച്ചാൽ ഈ 2 പേരെയും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അയക്കാൻ ഭാഗ്യം കിട്ടിയ ഞാനാണെന്ന് പറയും. വേദനയോടെയാണ് ഇന്നും എനിക്ക് എൻ്റെ മാതാവ് മാറ്റപ്പെട്ടത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. 8 വർഷമാകാൻ പോകുന്നു. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മാതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു എന്നുള്ള ആ വലിയ ആശ്വാസം ഞങ്ങൾക്ക് ചെറുതല്ല മനസ്സിന് സമാധാനം തന്നത്. ആയതിനാൽ ഇന്ന് പറയട്ടെ, നീ ദൈവ വിളി കേട്ട് കർത്താവിൻ്റെ വിളി അനുസരിച്ച് ഇറങ്ങാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പുൽമെത്ത കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടോ, നിന്റെ വീട്ടിൽ കൊയ്ത്തിന്റെ അനുഭവം ഉണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ, മറ്റുള്ളവർ വന്ന് നിന്നെ സേവിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടോ മുൻപോട്ടിറങ്ങുന്നുവെങ്കിൽ ഒരു കാര്യം നിശ്ചയമാ, മുമ്പിൽ ചില താഴ്വരകളുണ്ട്. ആ താഴ്വരകളിൽ ചില അസ്ഥികൂടങ്ങളാണ് നിന്നെ വരവേൽക്കുന്നത്. ജീവനില്ലാത്ത ഉണങ്ങിയ ഏറ്റവും അധികമായ അസ്ഥിയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നെ നേരിടുന്നൊരവസ്ഥയുണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അത് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. എന്നാൽ പ്രവാചകൻ ആ അസ്ഥി താഴ്വരയിൽ ചെന്നപ്പോൾ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? എങ്കിൽ ഒരു കാര്യം നിശ്ചയമാ, ലോകം തന്നതായ മകുടങ്ങൾ എല്ലതും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ തമ്പുരാൻ ഒന്നിന് പിറകെ ഒന്നായി വലിച്ചു കളഞ്ഞുകൊണ്ട് പിന്നീട് ഒരു നിറവിൻ്റെ അനുഭവമുണ്ട്, പിന്നീട് ഒരു നിറയുന്നൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ യോബ് തന്റെ ജീവിതത്തിൽ നേരോടെ നടന്ന് കുറെ അധ്വാനിച്ചു. അതിനുശേഷം ലോകം നോക്കിയപ്പോൾ അവന്റെ അനുഭവങ്ങൾ, അവന്റെ
അവൻ്റെ നന്മകൾ, അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ തലമുറകൾ ഒന്നിന് പിറകെ ഒന്നായി എല്ലാത്തിനെയും തമ്പുരാൻ എടുത്തു മാറ്റി. അപ്പോഴും ഇയ്യോബ് ഒന്നും മറുത്തു പറഞ്ഞില്ല. കൂടെ ഇരുന്നതായ ഭാര്യ പറഞ്ഞു, ഈ ദൈവത്തെ വിട്ട് നീ കെട്ടിത്തൂങ്ങി ചത്തുകളെ. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഇയ്യോബിന്റെ ഉള്ളിൽ അപ്പോഴും പ്രത്യാശ ബാക്കിയായിരുന്നു. ജീവനും പ്രത്യാശയും മാത്രമാണ് അവന്റെ ജീവിതത്തിൽ ബാക്കിയായിരുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, നിരാശകൾ ഉണ്ടാകാം, വേദനകളുടെ അനുഭവങ്ങൾ ഉണ്ടാകാം, കുത്തി നോവിക്കുന്നവരുണ്ടാകാം, വാക്കുകളാൽ നോവിക്കുന്നവരുണ്ടാകാം, നിങ്ങളെ ശപിക്കുന്നവർ കൂടെ ഉണ്ടാകാം. ഒരു കാലത്ത് എന്നെ കോളർ പിടിച്ച് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കൊയറിൽ പാടാൻ നിന്റെ ശബ്ദം നല്ലതല്ലെന്ന് പറഞ്ഞ്, പാട്ട് കൊടുത്തപ്പോൾ ഈ പാട്ടിന്റെ വരികൾ നല്ലതല്ലെന്ന് പറഞ്ഞ് എന്നെ ഈ കോളർ പിടിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ആ മാറ്റി നിർത്തിയവർ ഇന്നും കൂട്ടത്തിൽ നിന്ന് പാടുമ്പോൾ അവരിൽ മാറ്റി നിർത്തപ്പെട്ട ഞാൻ അവർ പാടേണ്ട പാട്ടുകൾ എഴുതുന്നവനായി എൻ്റെ തമ്പുരാൻ എന്നെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഒരു കാര്യം നിശ്ചയമാക്കട്ടോ, ഇതിനപ്പുറത്ത് ദൈവത്തിന്റെ ഒരു മാന്യതയുടെ സമയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ 40 ദിവസത്തെ ഉപവാസം ബുധനാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വയസ്സ് ഇത്തിരി ആയില്ലേ, എല്ലാ സാധനങ്ങളും അരികെ വന്ന് നിൽപ്പുണ്ട്. കൊളസ്ട്രോളും ഷുഗറും അത് ഇതെന്ന് പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവരൊന്നും അടുപ്പിക്കാണ്ട് നിൽക്കുകയാണ്. പക്ഷേ എങ്ങനെയോ വന്ന് കയറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ തമ്പുരാൻ നോക്കിക്കൊള്ളു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, ഇങ്ങനെ ഉണങ്ങിയ അസ്ഥികളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയ ചില നന്മകളുണ്ട്, നിന്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ടുപോയ ചില നന്മകളുണ്ട്. മീര ഉല്ലാസ് എന്ന ഡിവൈസിലിരിക്കുന്ന പ്രിയ മാതാവേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുകയാ, നിങ്ങളുടെ കണ്ണുനീരിന് ഒരു മറുപടിയുടെ സമയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ അധിക സമയം ബാക്കിയില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ. നിങ്ങൾ പലപ്പോഴും എന്നെ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നു, അടുക്കള ഭാഗത്ത് നിന്നുകൊണ്ട് കരച്ചിൽ വരുമ്പോൾ മുമ്പിൽ ആരോ അല്ലെങ്കിൽ വീട്ടിലാരും കാണാതിരിക്കാൻ മേലോട്ട് നോക്കിക്കൊണ്ട് കണ്ണുനീരിനെ കുടിച്ചിറക്കിയ അനുഭവങ്ങളും സമയവും നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കണ്ണുനീരിനെ ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ അത് നിലത്തേക്ക് വീണ് ഉണങ്ങിപ്പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ തുരുത്തി ശേഖരിച്ചു വെക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ കൊഴിച്ചതായ കണ്ണുനീരൊന്നും വെറുതെ പോകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തതയോടെ ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബിജോയ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന ഡിവൈസിലിരിക്കുന്ന പ്രിയ കുടുംബമേ, നിങ്ങൾ ശുശ്രൂഷയുടെ മുഖത്താണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യെസ്, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ കാഴ്ചയ്ക്ക് മുമ്പിൽ എല്ലാം മഞ്ഞു പിടിച്ച് കിടക്കുകയാ, ഉറഞ്ഞു കിടക്കുകയാ. മുൻപോട്ടുള്ള യാത്രകൾ അതികഠിനമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, 2026 ആണ്ടിൽ 10ാം മാസം കഴിയുമ്പോൾ നിങ്ങൾ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പ്രിയ കുടുംബമേ നിങ്ങളെ നോക്കി ഇങ്ങനെ ദൂത് കൈമാറുന്നു. കൊയ്ത്തിന് വിളഞ്ഞു നിൽക്കുന്ന ആപ്പിൾ തോട്ടത്തിലേക്ക് വേലക്കായി ഇറങ്ങുന്ന വേലക്കാരെ പോലെ തമ്പുരാൻ നിങ്ങളെ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പരിശുദ്ധാത്മാവിന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. പ്രിയരെ, വൈഡനാരി ഘാനരഭനെ ഒരു കൊയ്ത്ത് നിങ്ങൾക്കായി വെച്ചിട്ടുണ്ട്. ഈ ദേശത്ത് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുന്നു. ആപ്പിൾ പറിക്കാനായി
തോട്ടത്തിലേക്ക് തോട്ടക്കാരൻ ആ വേലക്കാരെ അയക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു തോട്ടത്തിലേക്ക്, വിളവെടുക്കാൻ സമയമായ തോട്ടത്തിലേക്ക് നിങ്ങളെ കയറ്റിവിടുന്ന സമയം മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. കുടുംബമേ, ഉടവന റിഗനരവ ശന്ധന അർത്ഥന പ്രൗഢരാജ വൈഡല റിഖാനരവ ശന്ധനെ പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്തതിനേക്കാൾ കഠിനമായതാ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തമ്പുരാൻ പറയുന്നു, നിങ്ങൾ നടന്നു പോകുന്നതും നിങ്ങൾ കടന്നു പോകുന്നതുമായ അവസ്ഥയിൽ ഞാൻ നിങ്ങളെ പരിചയിപ്പിച്ച, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ക്ഷാമമായി കാണുന്ന, ജീവിതത്തിൽ ക്ഷീണമായി കാണുന്ന ചില കുടുംബങ്ങളുടെ മേൽ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില ശുശ്രൂഷകൾ നിവർത്തിച്ച് അവരെ നേരോടെ നിർത്താൻ തമ്പുരാന് പദ്ധതിയുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ദൈവാത്മാവ് രാത്രികാലം ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശതനരധുനെ പ്രൗഢരാരി ഘാരരബ അർമനാരി ഘാൽകരാരക ഉളമനരഘനരബ ശന്തനെ യശഘനരധുനി അടനാരി ഘാനരബ. അധികാരത്തോടെ ശുശ്രൂഷിക്കുന്ന സമയം മുമ്പിലുണ്ട് കേട്ടോ. അധികാരത്തോടെ ശുശ്രൂഷിപ്പാൻ നിങ്ങളുടെ നാവിന്മേൽ അഭിഷേകം തന്ന നിങ്ങളെ നേരെ പിടിച്ച് നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തി. വൈഡനാരി ഘാനരബ. ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷയിലുള്ള ഒരു വ്യത്യാസം പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, പദ്ധതിയിടുന്നെന്ന് ദൈവാത്മാവിന് രാത്രികാലം ദൂത് കൈമാറുന്നു. ഉടന റിഗന രധുനി പ്രൗഢമനഗസ്യ വൈഡനാരഗഹധ്വനി പ്രൗഢമനകം വൈഡനെ രുഢാനരബ ശന്ധനെ. യേശുവിന്റെ നാമത്തിൽ നിമ്മി ജോസ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുകയാ. ഉടനാരിഖാനരവ. എനിക്ക് നിന്നെ കുറിച്ച് പല പദ്ധതികളുണ്ട്. ഉടനാരിഖാനരവ അർബനാരിഖൽക്കനാരക ഹസ്തന പ്രൗഢമനഗസ്യ. പലർക്കും വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ചാടി പുറപ്പെട്ടവളാ. വൈഡനാരിഖാനരവ ശന്ധനാരക അർദ്ധനാരക ഹധ്വനി പ്രൗഢമനഗസ്യ. അങ്ങനെ പ്രാർത്ഥിച്ച ജീവിതങ്ങൾ, വിടുതൽ നേടിയ ജീവിതങ്ങളിൽ പലരും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഉടനാ റിഖാനരബ ശന്ധനാരക. ചെയ്തതൊന്നും കണക്കിടാതെ മാറിപ്പോയവരുണ്ടെന്നും ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ഉടവൽക്കന റിഖാനരബ ഹസ്തന പ്രൗഢവനഗസ്യ. അതുകൊണ്ട് മുമ്പിൽ വരുന്നതായ വിഷയങ്ങളെ എടുക്കണമോ വേണ്ടയോ എന്നുള്ള രണ്ട് ചിന്തയിൽ ദിശയിൽ നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഉടവാന റീഗാനരബ ഹന്തന റിഖൽക്കനാരക അർത്ഥന പ്രൗഢവനഗസ്യ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. സഹോദരി, നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങൾ നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്റെ പദ്ധതിയാകയാൽ ഞാൻ നിന്റെ മുമ്പിലേക്ക് ആളുകളെ വിടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖവന ശന്ധനെ അടദാരി ഖാനരബ ശന്ധൽഗദാരക. അതേ താഴ്വരയിൽ ചെന്നപ്പോൾ ഒരു മുക്കിലും മൂലയിലും അല്ല കേട്ടോ ഈ പ്രവാചകനെ കൊണ്ട് നിർത്തിയത്. ആ വചനം പറയുന്നു താഴ്വരയുടെ നടുവിൽ നിർത്തിയത്രേ. താഴ്വരയുടെ നടുവിൽ നിർത്തി. ആ താഴ്വരയുടെ നടുവിൽ നിർത്തിയപ്പോൾ ഈ പ്രവാചകൻ കണ്ടത് നിറഞ്ഞ പഞ്ചരമാ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നിറയെ അസ്ഥികളാ. ഇന്ന് രാത്രികാലം പറയട്ടെ, ഇതിനകത്ത് അസ്ഥിപരമായി കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമുക്കതിനെ ചൂട് പിടിപ്പിക്കണ്ടേ? ഇന്ന് രാത്രികാലം അതിന്മേൽ ജീവൻ പകരണ്ടേ? ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നും ഇങ്ങനെ അസ്ഥിപരമായി കിടപ്പാനാണോ? അല്ല. റഖബന ശന്ധന അർമനാർ ഘാനരബ മേരി ബെന്നി വൈഡനാർ ധാനരബ ശന്ധനാരക. ഒരു കുടുംബമാണ് ണെന്ന് വിശ്വസിക്കുന്നു. വൈഡനാരക ഹധ്വനി പ്രൗഢമനഗസ്യ കൃപ, ദൈവകൃപ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അർത്ഥന പ്രൗഢവരകസ്യ
പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇടയിൽ കയറി വരുന്ന വേറെയും ചില വിഷയങ്ങളുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. ചില വിഷയങ്ങൾ ഇടയിൽ പ്രാർത്ഥനാ സമയത്ത് കയറി വന്ന് രേഖേപന പ്രചോദനത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ, ആ വിഷയങ്ങളുമേൽ മല്ലിടാൻ തയ്യാറാകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇയ്യോബ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ അവസ്ഥയെ മാറ്റിയ തമ്പുരാൻ ഈ രാത്രികാലം കുടുംബമേ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, പ്രായ ദൈവസന്നിധിയിൽ നാം മിണ്ടാതെ ദൈവപ്രവർത്തിക്കായി കാത്തിരുന്നാൽ പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട് പ്രിയരെ, പ്രയോജനമുണ്ട് പ്രിയരെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ യായിറോസ് എന്നൊരു മനുഷ്യനെ കാണുന്നു, പള്ളി പ്രമാണിയ. അദ്ദേഹത്തിന് 12 വയസ്സുള്ള മകൾ ദീനമായി കിടക്കുകയാ. ജീവനും മരണത്തോടവർ മല്ലിടിച്ച് കഴിയുകയാ. എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഉയർച്ചയുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണോ എങ്കിലും ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉത്തരമില്ലാത്തതെടുത്ത് ഉത്തരമുണ്ടാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാ. ഡെയ്സി അലക്സ് എന്ന ഡിവൈസിൽ ഇരിക്കുന്ന പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി, ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി വീടിന്റെ അകത്തേക്ക് വരുമെന്ന് ദൈവാത്മാവെന്ന് രാത്രികാലം ആലോചന കൈമാറുകയാ. യായിറോസിന് ആഗ്രഹമുണ്ടായിരുന്നത്, ഈ കർത്താവ് ഒന്ന് വരണം, എൻ്റെ കുഞ്ഞിന്റെ തലയിൽ ഒന്ന് കൈവെക്കണം, അവളെ എഴുന്നേറ്റ് നടക്കും. 12 വയസ്സേ ആയിട്ടുള്ളൂ. ഒരപ്പന്റെ ഏറ്റവും വലിയ സ്നേഹം, അപ്പന്റെ ജീവന്റെ ജീവൻ, വേറെ കുഞ്ഞുങ്ങളില്ല. ആ കുഞ്ഞൊരുത്തിയേ ഉള്ളൂ. ആ കുഞ്ഞായി ഇന്ന് രാത്രികാലം അവിടെ അസുഖമായി ദീനമായി കിടക്കുന്നത്. ആ പോകുന്ന പോക്കിൽ കർത്താവ് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. യായിറോസ് നടക്കുമ്പോൾ യായിറോസിന് കൂടെ നടന്നു. യായിറോസ് മുമ്പിലേക്ക് ഓടാതെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കാണോ, ഈ കർത്താവ് വരുന്നുണ്ടോ ഇല്ലേ എന്ന്. ഇന്ന് രാത്രികാലം പറയട്ടെ, നീ കൂടെ കൂടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നീ വേദനിച്ചാണോ നടക്കുന്നേ? പ്രിയ ദൈവ പൈതലേ, ലോകം ഒരു പക്ഷെ പറഞ്ഞിരിക്കാം, നിന്റെ പ്രാർത്ഥനാ വിഷയം മരിച്ചു കഴിഞ്ഞു, ഇനി അത് എഴുന്നേൽക്കത്തില്ല. എന്നാൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, നിന്റെ മരിച്ചതായ വിഷയങ്ങളെ ജീവൻ പ്രാപിച്ച നിന്റെ കരങ്ങളിൽ തരുന്ന, ജീവനോടെ തരുന്ന, പഴയതുപോലെ തന്നെ തരുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് സൂസൻ ബിജു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മരുഭൂമിയുടെ ദേശത്ത് പ്രാർത്ഥനാ വിഷയം അങ്ങേ തലയ്ക്ക് നിൽക്കുന്നു. ഇത് എങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വെളിപ്പെടും? ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിന്റെ കരങ്ങളിൽ തരുന്ന ദൈവപ്രവൃത്തി വൈകാതെ തന്നെ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലീന റജി എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 4 വിഷയങ്ങളിന്മേൽ 3 2026 4-ാം മാസം കഴിയുന്നതിന് മുന്നമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ. ഉടവാന റീഖാന റബാന ഹദ്ദുനി പ്രൗഢന റീഖൽ ഘടകാരഘടകസ്യ. യേശുവിന്റെ രക്തത്താലോ വചനത്താലോ ഈ രാത്രികാലം ജയമെടുക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തെന്ന് വേദപുസ്തകം എഴുതി വെച്ചോ. നഷ്ടപ്പെട്ടത് എന്തെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചോ. അവന്റെ ജീവിതത്തിൽ പോയത് എന്തെല്ലാമെന്ന് വേദപുസ്തകം എഴുതി വെച്ചോ. എന്നാൽ ഇന്ന് രാത്രികാലം, എന്നാൽ ദൈവാത്മാവ് വെറും ഒരൊറ്റ സെന്റൻസിൽ അവന്റെ പിൻകാലത്തെ എങ്ങനെയായിരുന്നുവെന്ന് വചനം വെളിപ്പെടുത്തിയതെങ്കിൽ ഒരു കാര്യം നിശ്ചയമായി കേട്ടോ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ, പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ, ആരാധിക്കുന്നതിന്റെ പേരിൽ, ഉപവസിക്കുന്നതിന്റെ പേരിൽ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഇന്ന് രാത്രികാലം ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, അതിനെയെല്ലാം എഴുതി വെക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. അതിനെയെല്ലാം എഴുതി വെക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം
ഭാഗം വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് എല്ലാം ഇരട്ടിയ ഒരൊറ്റ വാക്കുകൊണ്ട് ആ വാക്യത്തിന് പൂർണ്ണത കൽപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, പോൾ എന്ന ഡിവൈസിലിരിക്കുന്ന പ്രിയ സഹോദര, ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തിരികെ കരങ്ങളിൽ തരുന്നൊരു ദൈവപ്രവൃത്തി എങ്ങനെയെന്നല്ലേ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇയ്യോബ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് നഷ്ടപ്പെട്ടതായ ആട്ടിൻകൂട്ടം അതിന്റെ ഇരട്ടിയായി മലയിറങ്ങി തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് തോള് കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി വിളിച്ചിറക്കുന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിനായി കാത്തിരുന്നാൽ നിങ്ങൾക്ക് വിടുതലുണ്ടോ അല്ലെങ്കിൽ മറുപടിയുണ്ടോ? മറുപടിയുണ്ട് പ്രിയരെ, മറുപടിയുണ്ട്. എന്തുവാ ഞാൻ ചോദിച്ചാൽ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പറയാം. യോഹന്നാന്റെ പുസ്തകത്തിലുണ്ട്, നഷ്ടപ്പെട്ട ലാസറിനെ തിരികെ കൊടുക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം. നഷ്ടപ്പെട്ട മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസം കഴിഞ്ഞു, അവിടെ ആ തമ്പുരാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്, അവനെ വെച്ചത് എവിടെ? അത് എൻ്റെ തൃശ്ശൂർ ഭാഷയെ പറയട്ടെ, പൂർണ്ണ പിടി വിട്ടുകൊണ്ട് ചോദിച്ചു പോയതാ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, തനിക്കുള്ള പ്രിയപ്പെട്ടവർ കരയുന്ന കണ്ടപ്പോൾ ചങ്ക് പിടഞ്ഞ കർത്താവ് അവിടെ ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേദനകളെ കാണുമ്പോൾ കണ്ണുനീര് വാർക്കുന്ന, ചങ്ക് വേദനിക്കുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രികാലം രാജി ജേക്കബ് എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീരിനെ കണ്ട തമ്പുരാൻ വിളിച്ചു ചോദിക്കുന്നു, ഒതുക്കിയത് എവിടെ? നിന്നെ ഒതുക്കിയത് എവിടെ? നിന്നെ ഒതുക്കിയത് എവിടെ? എന്തിനാണെന്ന് ചോദിച്ചാൽ, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ പുറത്തേക്ക് വരുത്തിയ അതേപോലെ നിങ്ങളെ ഇപ്പോൾ സാമ്പത്തികമായി അടച്ചു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കളിപ്പാട്ടം പോലെ നിങ്ങളെ നിർത്തിയിരിക്കുന്ന ശത്രുവിനോട് പൊരുതുന്ന ദൈവം ഇന്ന് രാത്രികാലം പറയുന്നു, നിന്റെ പേർ ചൊല്ലി നിന്നെ കെട്ടിയെടുത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ ഇനി അധികം താമസമില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ ലാഭാന റഖാന റബ അർധന പ്രൗഢമനഗസ്യ വൈഡനാരി ഖാന റബ ശന്ധേന രധ്വനി പ്രൗഢമനഗസ്യ. പിന്നെ എന്തിനാ ഇത്ര താമസം? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ദൈവസന്നിധി ചോദിച്ച ചോദ്യങ്ങളാ. പിന്നെ എന്തുവാ ഇത്ര താമസം? ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ആരാധിക്കുന്നില്ലേ, ഉപവസിക്കുന്നില്ലേ, ഇടമീറ്റിങ്ങൾ കൂടുന്നില്ലേ, സമയം കിട്ടുമ്പോഴെല്ലാം കരയുന്നില്ലേ? എന്നാൽ എൻ്റെ പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവിന്ന് രാത്രികാലം പറയുക, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം വരെ നിൽപ്പാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ബുദ്ധി ഉപദേശിക്കുന്ന സഹോദരി. വൈഡനാരി ഘാനരബ ശന്ധനാരക അർദ്ധന പ്രൗഢമനഗസ്യ വൈഡൽകനാരി ഘാനരബ ഹസ്തനേ രഖേന രധ്വനി പ്രൗഢമനകം ഉടവലവല ജുടവലവല റിഗനാരക ഹധ്വനി പ്രൗഢമനഗസ്യ. നിന്നെ ഒന്നും കരയാനല്ല വിളിച്ചത്. ഏലിയാമ എന്ന ഡിവൈസിൽ ഇരിക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവളല്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നവോമി പറഞ്ഞതുപോലെ യഹോവ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നുവെന്ന് നീ ദൈവജനത്തിന്റെ മുൻപാകെ ഗ്രേസ് മിനിസ്ട്രിയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു സഹോദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തെ
രഘവന ശന്ധന അർമനാരിധാനരവ ശധേന രഘുനി പ്രൗഢരാജ വൈഡനാരകധ്വനി രഥൽക്കനാരക യാസ് ഷഖബന ലഭന റഖാനരവ യാസ്. ഇതിനകത്ത് ചില പൂർവികമായ കെട്ടുകളെ തമ്പുരാൻ കെട്ടുപൊട്ടിക്കുന്ന രാത്രിയാ കേട്ടോ. ഹോ ലഭ. യാസ്, ഇന്ന് രാത്രികാലം എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പാരമ്പര്യ കെട്ടുകൾ പൊട്ടിപ്പോകണം. ഉടവന ഋഗനരഭ ശന്ധനാരക അർത്ഥന പ്രൗഢമനകസ്യ വൈഡനാരക ധ്വനി പ്രൗഢമനകം. യെസ്, ഹൃദയ വിചാര പോരാട്ടങ്ങൾ, ചിലരുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില ഹൃദയ വിചാര പോരാട്ടങ്ങൾ. ബെനഡിക്ട് മാത്യു എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദര, ദൈവസന്നിധിയിൽ മല്ലിടാൻ തയ്യാറാകണമെന്ന് ദൈവാത്മാവിന് രാത്രികാലം വളരെ വ്യക്തതയോടെ പ്രബോധിപ്പിക്കുന്നു. രഘവന ശന്ധന അർമനാരിഘാനരഭ ശന്ധനാരകധ്വനി പ്രൗഢമനകസ്യ. നിങ്ങളുടെ ഓരോ ചുവടുകളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ചില കണ്ണുകളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അതിനെ നോക്കി ചിന്തിച്ചിരുന്ന് ജീവിതം നശിപ്പിക്കാനല്ല, ആത്മാവിൽ പോരാടിക്കൊണ്ട് അങ്ങനെയുള്ള ഹൃദയ വിചാര പോരാട്ടങ്ങളെ അറുത്തു കളയണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ. വൈഡനാരിഘാനരവ ശന്ധനാരകധ്വനി പ്രൗഢരാരീഹൽഘടകാരഘടകസ്യ. സി പി മാത്യൂസ് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ ആശ്വസിപ്പിക്കാൻ, ചില ഹൃദയ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന, തകർന്ന തരിപ്പണമായിരിക്കുന്ന ചില മനസ്സുകളെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ ചിലത് നൽകുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു ദാസനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ലേഖേബന രഥന രബന ഹധ്വനി പ്രൗഢന റീഘാന റബ ശന്ധനെ. അതേ, ചിലതിനെ പണിതെടുപ്പാൻ ഓ ലേഭാന റഖന റബന ഹധ്വനി പ്രൗഢമനഗസ്യ രാരക. അതേ, ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നടത്തിക്കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. വൈഡനാരക ഹധ്വനി പ്രൗഢമനകം ഉടവാന റീഘാന റബന ഹധ്വനി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അങ്ങനെയുള്ള ചില കൃപകൾ ദാസനിൽ വെളിപ്പെടാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരപ്പിൽ ഇത്രയും അധികമായി അവ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. അസ്ഥികളുടെ അവസ്ഥയാണ് പറയുന്നത്. ഏറ്റവും അധികമായി, എത്രയും അധികമായിരിക്കുന്നു, ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് നിന്റെ അസ്ഥികൾ ആ ജീവിതത്തിൽ അസ്ഥിവഞ്ചരമായ അവസ്ഥയിലാണോ ഇരിക്കുന്നത്? എന്നാൽ തമ്പുരാൻ പറയുന്നു, അസ്ഥിവഞ്ചരമായ കണക്കിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ ജീവൻ പ്രാപിപ്പാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിരാശയോടായെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ അവരോട് ദൈവാത്മാവ് വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, കുഴഞ്ഞ മുഴങ്കാലുകളെ നിങ്ങൾ ബലപ്പെടുത്തുവേൻ. കാരണമെന്തെന്ന് ചോദിച്ചാൽ, ദൈവങ്ങളുടെ ദൈവമായ യഹോവ ഇതാ കടന്നു വരുന്നുണ്ട്. നിന്റെ അരകളെ ഉറപ്പിപ്പാൻ, നിന്നെ രണ്ട് കാലിൽ നിർത്താൻ അല്ല, പോരാ, ഇനിയുള്ള മേടുകൾ ഓടിക്കയറുവാൻ അധിക കൃപ ഇന്നലെ വരെ ലഭിച്ചതല്ല. ഇനി മുതൽ ദൈവത്തിന്റെ അധിക കൃപ നിന്നിൽ പകർന്ന് നിന്നെ വലങ്കരം പിടിച്ച് പുതിയ മേടുകൾ ഓടിക്കയറ്റുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുകയാ. ഉടവന റീഖന റബന ഹദന റീഗൽ ഗനാരക അസ്തനാരക ഹധ്വനി പ്രൗഢമനഗസ്യ. ഹല്ലേലൂയ. ഷാലി പീറ്റർ, കണ്ണൂർ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആയിരിക്കുന്ന ആ സ്ഥലം മാത്രമേ നിനക്ക് അനുകൂലമുള്ളൂ. നിന്റെ ചുറ്റുപാടും നിനക്ക് എതിരാ. വൈഡനാരിഘാനരഭ ശന്ധനാരക ഹധ്വനി പ്രൗഢമനഗസ്യ വൈഡനാരിഘൽകനാരക അർത്ഥരാജ റീഘാന റബാന ഹധ്വനി പ്രൗഢമനഗസ്യ. എന്നിട്ട് നിന്നെ ആ ദേശത്ത് ഒരു സാക്ഷ്യമായി തമ്പുരാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ 2026 എഴുതി വെച്ചോ. ദൈവാത്മാവ് അതിശക്തമായി ഇടപെടുന്നു. 2026 കഴിഞ്ഞ നാളുകളിൽ നീ കണ്ണുനീരോടെ വിതച്ചതിനെ ആർപ്പോടെ
കൊയ്യുന്ന കാലമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോട് ഇടപെടുന്നു സഹോദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമം, ബലമുള്ള നാമം. വൈഡനാരി ഘാനരബന ഹദ്ദുനി പ്രൗഢനാരക ഹദ്ദുനി പ്രൗഢമനഗസ്യ വൈഡരാജ റീഹൽ ഘടകാരഘടകം. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ നിങ്ങളുടെ അസ്ഥിസമാനമായ അവസ്ഥകളെ മാറ്റുന്ന ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വരാൻ പോവുകയാ. പിന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടുമ്പോൾ എങ്ങനാ വെളിപ്പെടുന്നെന്ന് ചോദിച്ചാൽ അത് ഈ യോഹന്നാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. തടവറയിൽ നിന്നും പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം അത് എങ്ങനാണെന്ന് ചോദിച്ചാൽ, അവിടെ പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് തടവുകാരുടെയും പടയാളികളുടെയും ഇടയിൽ അവൻ കിടന്നുറങ്ങുന്ന പത്രോസിന്റെ അരികിലേക്ക് ദൈവദൂതൻ ഇറങ്ങി വന്ന് അവന്റെ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് അരക്കച്ച കെട്ടുമ്പോൾ അവന്റെ മേത്തുണ്ടായിരുന്ന ചങ്ങലകൾ ഊർന്നു വീണു അഴിഞ്ഞു വീണുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആരാധിക്കുന്ന ദൈവ പൈതലേ, ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടായിരിക്കുന്ന സഹോദരി സഹോദര, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവസന്നിധിയിൽ മല്ലിടാൻ തയ്യാറാകുമ്പോൾ നിന്റെ വിടുതലുകൾ കാണാൻ ആഗ്രഹിക്കാത്തവരുടെ കണ്ണ് കാണാതെയും, കേൾക്കാൻ ആഗ്രഹിക്കാത്തവരുടെ കാത് കേൾക്കാതെയും, അറിയാൻ ആഗ്രഹിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറിയാതെയും തമ്പുരാൻ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നോ പുറത്തു കൊണ്ടുവരുന്ന സമയം അതിവിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഉറ്റുനോക്കുന്നവരുടെ ഇടയിൽ, പടയാളികളുടെ ഇടയിൽ വിശ്രമിക്കുന്ന പത്രോസ് എഴുന്നേറ്റപ്പോൾ ആരും കണ്ടില്ല. അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ, അരക്കച്ച കെട്ടിയപ്പോൾ, അവന്റെ മേൽ നിന്ന് ചങ്ങല ഊർന്ന് വീണപ്പോൾ ആരും അറിഞ്ഞില്ല. നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 16 ചേകവരോ ചതവ് പുള്ളികളോ അവിടെ ആ രാത്രിയിൽ കിടന്നിട്ട് അവരാരും കാണാതെ, അവരാരും അറിയാതെ, അവരൊന്നും കേൾക്കാതെ, അവരെ നോക്കി നിൽക്കുന്നവർ അറിയാതെ, ആ അരമനയിലുള്ളവർ കാണാതെ കേൾക്കാതെ, അവന്റെ മുമ്പിൽ 1ഉം 2ഉം വാതിലുകൾ മലക്കെ തുറക്കപ്പെട്ട ആ നഗരവാതിൽ അവന്റെ മുമ്പിൽ മലക്കെ തുറക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തടവറയായിരിക്കുന്ന നിന്റെ ജീവിതാനുഭവങ്ങളുടെ മധ്യം നിന്നോ നിന്നെ പെറുക്കിയെടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് നിന്നെ നേരായ അവസ്ഥയിൽ നിർത്തുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ആ സമയം വരെയും നിന്റെ കൂടെ നടപ്പാൻ, നിന്റെ കരം പിടിപ്പാൻ, നിന്നോട് കൂടെ സംസാരിപ്പാൻ, നിന്റെ ഹൃദയത്തിന് സ്വസ്ഥത വരുത്താൻ, നിന്റെ മനസ്സിന് ആശ്വാസം വരുത്താൻ മതിയായ ഒരുവനെയുള്ളൂ. അവന്റെ നാമം നസറനായ യേശു ക്രിസ്തു എന്ന. ഹല്ലേലൂയ. ഹോ ശഖബന ലബന റക അർധനാരി ഘാനരബ അടനാരി ഘാനരവ ശാന്തനെ വൈഡനാരക ഹദ്വനി പ്രൗഢനാരി ഘടകാരഘടകസ്യ. യെസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഉലബാന റിഖാനരബ അർദ്ധന പ്രൗഢമനകസ്യ വൈഡന റിഖാനരബ. ജ്യോതി റോബി എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി, അതെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നോ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്നോ പുറത്തു വരാൻ ഇനി അധികം താമസമില്ല കേട്ടോ. വൈഡനാരക ഹദ്വനി പ്രൗഢമനകസ്യ. പുറത്തിറങ്ങിയാതെ ദൈവസന്നിധിയിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, അങ്ങനെയുള്ള വിഷയങ്ങൾ ഇനി നിന്നെ വീർപ്പ് മുട്ടിക്കത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നീ ഇനി കണ്ണുനീർ തൂകാൻ ഇടവരത്തില്ല. നിന്നെ കരം പിടിച്ച് അബ്രാമിനെ കൂടാരത്തിൽ നിന്നോ പുറത്തു കൊണ്ടുവന്ന ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം പറയുന്നു, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്നോ നിന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്ന ചില ദൈവിക നന്മകളോ ചില ദൈവിക അനുഗ്രഹങ്ങളോ സാക്ഷ്യമായി നിന്റെ ജീവിതത്തിൽ കാണിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു സഹോദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി, വലിയൊരു വിടുതലിൻ്റെ അത്യാവശ്യ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്.
തമ്പുരാൻ പറയുന്നു, മറ്റൊരുവൻ കേൾക്കുന്നതിനു മുന്നമേ, മറ്റൊരുവൻ അറിയുന്നതിനു മുന്നമേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ മറ്റാരും അറിയുന്നതിന് മുന്നമേ അറിഞ്ഞ തമ്പുരാൻ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് രാത്രികാലം ആത്മാവ് ദൂത് കൈമാറുന്നു സഹോദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ആ പ്രവാചകനോട് ദൈവാത്മാവ് ചോദിച്ചോ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് രാത്രികാലം പ്രിയരെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ഉണങ്ങിയ പ്രാർത്ഥനാ വിഷയങ്ങൾ ജീവിക്കുമോ? നിന്റെ ഉണങ്ങിയ പ്രാർത്ഥനാ വിഷയങ്ങൾ ജീവിക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതായപ്പോൾ നീ നിരാശയോടെ തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ ജീവിക്കുമോ? എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ജീവിക്കോ, അത് എഴുന്നേറ്റ് നിൽക്കോ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എഴുന്നേറ്റ് നിൽക്കോ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തെ അത് ജീവിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും? ജിൻസി സാമുവൽ ഒരുങ്ങിയിരുന്നോളൂ പ്രിയ സഹോദരി, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുമേ. ഓ ദൈവവചനത്തിൽ പറയുന്നത് പോലെ കാറ്റ് വീശിയത് 4 ദിക്കിൽ നിന്ന്, 1 ദിക്കിൽ നിന്നുമല്ല, 2 ദിക്കിൽ നിന്നുമല്ല, 3 ദിക്കിൽ നിന്നുമല്ല. ദൈവാത്മാവ് പറയുന്നു, ദൈവം ദിക്കുകൾ 4ആയി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 ദിക്കിൽ നിന്നോ നിനക്ക് വേണ്ടിയ വിടുതലുകൾ, നിന്റെ പ്രാർത്ഥന വേണ്ടിയ മറുപടികൾ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനുള്ള മറുപടികൾ നിന്റെ മേൽ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ വന്നടിക്കുന്ന സമയങ്ങളാ ഇനി മുമ്പിലുള്ളതെന്ന് ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ജസ്നി റോബിൻ ഞാൻ പറഞ്ഞതാ, ആലോചന പറഞ്ഞതാ. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരി ഇന്ന് രാത്രികാലം ഇങ്ങനെ ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അതിന്മേൽ ഞരമ്പ് വെച്ച് ഇറച്ചി വെച്ച് മാംസം പകത്ത് അതിന്മേൽ ദൈവകൃപയാകുന്ന ത്വക്കിനെ പൊതിയുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ പ്രാർത്ഥന വിഷയങ്ങളുമേൽ ദൈവാത്മാവ് ഇത് കേൾക്കുന്ന, ഇത് ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമെന്ന്, ഈ മറുപടി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. അതേ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളാകുന്ന ഉണങ്ങിയ അസ്ഥിമേൽ ജീവൻ പകരുന്ന ദൈവത്തിന്റെ കാറ്റടിച്ച് അതിന്മേൽ ഇറച്ചി മാംസം വെച്ച്, ത്വക്ക് മാംസം വെച്ച്, ഞരമ്പ് വെച്ച് അതിന്മേൽ ദൈവകൃപയാകുന്ന ത്വക്ക് പൊതിഞ്ഞുകൊണ്ട് അതിനകത്ത് ജീവൻ പരക്കുമ്പോൾ, പരിശുദ്ധാത്മാവെന്ന കാറ്റടിക്കുമ്പോൾ അതിനകത്ത് ക്രിസ്തുവിന്റെ രക്തം നിനക്ക് വേണ്ടി ഒഴുകാൻ തുടങ്ങുമ്പോൾ, ആ ഞരമ്പുകളിൽ കൂടി ക്രിസ്തുവിന്റെ രക്തം ഒഴുകുമ്പോൾ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ള മറുപടികൾ ഒരു സൈന്യത്തെ പോലെ, നിന്റെ വിടുതലുകൾ നിനക്ക് ചുറ്റിലോ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാ മുമ്പിലുള്ളതെന്ന് ഈ ഉപവാസത്തിന്റെ 12ാം ദിവസം രാത്രികാലം ദൈവാത്മാവ് അതിശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വളരെ വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനാ വിഷയം ഉണങ്ങിയ അസ്ഥി പോലെയാണോ? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു, ഈ 21 ദിവസത്തെ ഉപവാസം അവസാനിക്കുന്നതിന് മുന്നമേ 4 ദിക്കിൽ നിന്നും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ദിക്കിൽ നിന്നും, 1 2 3 ദൈവാത്മാവ് നിയോഗിച്ച 4 ദിക്കിൽ നിന്നോ ദൈവത്തിന്റെ കാറ്റ് വീശുമ്പോൾ, അതിന്മേൽ ജീവൻ പടരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് രാത്രികാലം വെളിപ്പെടുത്തുന്നു നിന്റെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ഇനി ചത്തതല്ല. നിന്റെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ഇനി ഉണങ്ങിയായിരിക്കത്തില്ല. അത് ജീവൻ പ്രാപിച്ച് ഒരു സൈന്യത്തെ പോലെ നിനക്ക് ചുറ്റിലും എഴുന്നേറ്റ് നിൽക്കുന്ന
ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി പ്രവചിപ്പാൻ, ദൈവത്തിന് വേണ്ടി മിനിസ്ട്രി ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന നിനക്ക് ചുറ്റും നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറുപടിയായി എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. ജയശ്രീ പുനലൂർ ആയിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അഗ്നികർഷണം പോലെ തമ്പുരാൻ നിങ്ങളെ എടുത്തുപയോഗിക്കുന്ന സമയം അതിവിദൂരമല്ലെന്ന്. ആലോചന പറയുവാൻ ഓ ലൈഖേവന ശന്ധനെ അർമനാരിഘാനരബ ശന്ധേനരധ്വനി പ്രൗഢമനഗസ്യ. പരിമിതികളുടെ നടുവിൽ നിന്ന് പ്രിയ സഹോദരി, നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പാത്രത്തിൽ എണ്ണ പകരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആത്മാഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാവെന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോലാബാ റഘനരഥ ഹസ്തന പ്രൗഢമനഗസ്യ വൈഡരാജരീഹലഘടകാരഘടകസ്യ. ഓ രേഖേവനശന്ധനെ, എനിക്ക് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ആൻറ്റി. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഇങ്ങനെ ഇരിക്കും പ്രാർത്ഥനയോടെ വന്നു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉപത പ്രാർത്ഥനയോടെ ആത്മദാഹത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്ന, പിന്നെ പ്രാർത്ഥിച്ച് ദൂതുപൊരുക്കി വന്ന ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ സാധിക്കും? ഞങ്ങളിങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഞങ്ങളെ സൈക്കിളിൽ കയറ്റിയത് നിങ്ങളാ, ഇറങ്ങാൻ പറ്റാത്തവണ്ണം ഞങ്ങളെ ചവിട്ടിക്കുന്നത് നിങ്ങളാ. ഓ രേഖേവനശന്ധന പ്രൗഢവനഗസ്യ. ഇന്ന് രാത്രികാലം എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓ ലാഭാന റഖാന റബന ഹധ്വനി പ്രൗഢമനഗസ്യ അർഘനാരക ഹധ്വനി പ്രൗഢമനഗ ഫേബ സംനേഷ്. പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് നിങ്ങളുടെ മകളെ കുറിച്ച് പറയുവാനുണ്ട്. ഈ കുഞ്ഞു വീടിന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ അവളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ തിരു രക്തത്താൽ മുദ്ര ചെയ്യണം. കർത്താവിന് പദ്ധതിയുള്ളൊരു ജീവിതമാ ആയതിനാൽ അവളെ ബാധിക്കുവാൻ പലവിധമായ പ്രക്രിയകൾ കൊണ്ട് ഉന്നം വയ്ക്കുന്ന ശത്രുവിൻ്റെ പോരാട്ടമുണ്ടാകും. എന്നാൽ ആ പോരാട്ടത്തിൽ നിന്നോ ഇന്ന് രാത്രികാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി പൈതലിനെ ഞങ്ങൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രിയ സഹോദരി, അവൾ പുറത്തു വരുമ്പോൾ അവളുടെ തലമേൽ കയറം വെച്ച് രക്തം കൊണ്ട് മുദ്ര ചെയ്യണമെന്ന് ദൈവാത്മാവിന്ന് രാത്രികാലം ബുദ്ധി ഉപദേശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ ലാഭാന റഖാന റബാന അർദ്ധന പ്രൗഢമനഗസ്യ. ലിൻസിസ വിടുതലുകളുടെ തൊട്ട് മുൻപിലാ നിൽക്കുന്നത്. നിരാശ വേണ്ട കേട്ടോ, നിരാശ വേണ്ട. പരിശുദ്ധാത്മാവ് പറയുന്നു, നിരാശ എന്ന ചതുപ്പിലേക്ക് നിങ്ങൾ അറിയാതെ നടന്നു കയറുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം തിരിഞ്ഞു നടക്കാൻ നിരാശയിൽ നിന്നോ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് തിരിഞ്ഞു നടക്കാൻ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന സഹോദരി, പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ള മറുപടി അത് നിങ്ങൾ അരികിലേക്ക് എത്തുക തന്നെ ചെയ്യോ. 38 വർഷക്കാലം ക്ഷമയോടെ കാത്തിരുന്നു. പ്രാർത്ഥനകളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, നാണക്കേടുകളുണ്ടായിരുന്നു. എന്നാൽ 38 വർഷക്കാലം കഴിഞ്ഞിട്ടോ ആ കുളക്കടവ് കലങ്ങുന്നത് കാണുന്നതല്ലാതെ ആ വെള്ളമൊന്നും മേത്തു വീഴുവാനോ ആ വെള്ളത്തിലൊന്ന് മുങ്ങുവാനെ കഴിയാതിരുന്നവന് അവന് വേണ്ടി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം അവൻ വിളിക്കാതെ, അവൻ ചോദിക്കാതെ, അവൻ പറയാതെ ആ വ്യക്തിയുടെ അരികിലേക്ക് യേശു കർത്താവ് നടന്നു വന്നതെങ്കിൽ ഇന്ന് രാത്രികാലം കരയുന്ന ദൈവ പൈതലേ, ജീർണിച്ച ദൈവ പൈതലേ, പ്രാർത്ഥന കൊണ്ട് ക്ഷീണിച്ച ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിളിക്കാതെ, നീ ചോദിക്കാതെ നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അവനായി ഈ രാത്രികാലം എൻ്റെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ കർത്താവിൻ്റെ സാന്നിധ്യമാ എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൂലിയ വർഗീസ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, 21 ദിവസക്കാലം എണ്ണിയിരുന്നോ കർത്താവിൻ്റെ ദാസേ? അതേ ദൈവ പൈതലേ, നീ എണ്ണിയിരുന്നോ? ചില വിടുതലുകൾ അസാധ്യമെന്ന് നീ പറഞ്ഞത്, അസാധ്യമെന്ന് ലോകം പറഞ്ഞത്, എന്നെ ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്ത് ചുരുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എന്ത് ചെയ്താലും
അതിന് എന്ത് ചെയ്താലും അത് പിന്നീട് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മാറത്തില്ല. എന്നാൽ ദൈവാത്മാവ് പറയുന്നു അതിൻ്റെ ചുളുക്ക് നിവർത്തുവാൻ, അതിൻ്റെ ചുളുക്ക് നിർത്തി പഴയതുപോലെ ശോഭയുള്ള ഉപയോഗപ്രദമായ ഒരു A4 ഷീറ്റ് പേപ്പർ പോലെയാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ഇപ്പോൾ വിലപിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി നീതിയുടെ കരം വെളിപ്പെടുത്തുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമം. ഓ ലഖേബന റഖന റബ അർത്ഥന പ്രൗഢമനഗസ്യ വൈഡരാജ റീഹലഗടകാരഗടക ഉടവാന റീഖാന റബാന ഹദ്ധ്വനി പ്രൗഢന റീഹൽഗടകാരഗടക. യെസ്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അതങ്ങനെ തന്നെ കാണിക്കുന്നു. അസാധ്യമായ വിഷയം ലോകം പറഞ്ഞു, നീ പറഞ്ഞു, നിന്റെ വീട്ടുകാർ പറഞ്ഞു, അത് നടക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്താൽ അസാധ്യമായ വല്ല വിഷയമുണ്ടോ? ഇന്ന് ആരാധന ലീഡ് ചെയ്ത സ്റ്റാൻലി ദൈവ സഹോദരനോ അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ദൈവത്താൽ അസാധ്യമായത് വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വീണ്ടും ചോദിക്കുന്നു, എന്നാൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? ഇന്ന് രാത്രികാലം നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവോ? ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവോ? ഇതിനകത്തായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുള്ള എല്ലാവരുമുണ്ട്, പലരുമുണ്ട്. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പേര് പറയാത്ത ഒരുപാട് ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. മിസ് പ്രിയ എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവിൻ്റെ വളരെ വ്യക്തതയോടുള്ള ഇടപെടലുകൾ ഈ 21 നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കൊരു വലിയൊരു അഹങ്കാരമുണ്ടായിരുന്നു. എൻ്റെ അഹങ്കാരം എന്തുവാന്ന് ചോദിച്ചാൽ, എൻ്റെ പേര് അറിയാമല്ലോ, എൻ്റെ പേര് അജോ ജോസഫ് എന്നാണ്. ഈ അജോ ജോസഫ് എന്ന് പറയുമ്പോൾ ഞാൻ +2 വരെ പഠിച്ച സമയങ്ങളിലൊന്നും എൻ്റെ പേര് ഞാൻ കണ്ടിട്ടേ ഇല്ല. ക്ലാസ്സിൽ 2-3 രാജേഷുമാരുണ്ടാവും, 2-3 അൻസാറുമാരുണ്ടാവും, 2-3 അനീഷുമാരുണ്ടാവും, 2-3 കുമാറുമാരുണ്ടാവും. പക്ഷേ അജോ എന്ന് പറയുന്നത് ഞാൻ വളരെ അഹങ്കാരത്തോടു കൂടെ കൊണ്ടു നടന്നൊരു പേരാണ്. പക്ഷേ ഇന്ന് തമ്പുരാൻ ആ മൊനയെ മുടിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് അജോ എന്ന് പറഞ്ഞ് ഷോൾ ഇട്ടിരിക്കുന്നൊരു സഹോദരി കാണുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി സഹോദരി, യൂണിക്ക് പേരാണ് നമ്മുടേത്. ഹല്ലേലൂയ. എന്താ കാരണം എന്ന് വെച്ചാൽ ആണിനും പെണ്ണിനും ഇടാൻ പറ്റുന്ന ഒരു പേര് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാം അജോ എന്നുള്ളത്. ഹല്ലേലൂയ. ഈ അജോയുടെ അർത്ഥം അറിയാവോ? എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ, എനിക്കും അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ മമ്മിയോട് ചോദിച്ചിട്ടുണ്ട്, ആരാ കിട്ടിയത് നിങ്ങൾക്ക്, ആരാ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഈ അജോ എന്നുള്ള പേരിടാനായിട്ടും ചോദിച്ചപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, എനിക്ക് നിന്നെ ജോമോൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചർച്ചിലെ ഞങ്ങൾ ജനിച്ചതൊക്കെ CSIയിൽ പേരിടാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, സ്നാനപ്പെടുത്താൻ വന്ന അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, തൃശ്ശൂരാണല്ലോ, അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താടി ഈ പേര് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു ജോമോൻ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പച്ചനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആന്നോടാ ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ അപ്പാപ്പനായിരിക്കും, പക്ഷേ ഞങ്ങളുടെ അപ്പനെയാണ് അപ്പച്ചൻ എന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, അല്ല അത് അങ്ങനെ തന്നെ അവൾ പറഞ്ഞില്ലേ അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഇതെന്ത് പേരാടാ, ഇത് വേണ്ട, ഇവൻ്റെ പേര് അജോ എന്ന് കിടക്കട്ടെ. അപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു. 2013 ഞാൻ ഈ UAE പ്രദേശത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ കടയിൽ ഞാനൊരു ജ്വല്ലറി ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ ഒരു UK നിന്നുള്ള ഒരു പ്രീസ്റ്റ് വന്നു. UK നിന്നൊരു പ്രീസ്റ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു നിയമമുണ്ട്, കല്യാണം കഴിഞ്ഞവർ വെഡ്ഡിങ് ബാൻഡ് ഇട്ടുകൊള്ളണം, നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ നിയമം പാലിക്കാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പം ഞാൻ എന്താണെന്ന് ഇപ്പം ഞങ്ങൾ മിനിസ്ട്രിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. അദ്ദേഹം ലാസ്റ്റ് എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അജോ ജോസഫ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു, എന്ത് എന്നെക്കുറിച്ച്, എൻ്റെ ഈ ഇത്രയും പോകുന്ന പേരിനെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ? 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ക്ലാസ്സിൽ പേര് വിളിക്കുമ്പോൾ ആദ്യത്തേതായിരിക്കും, ആൽഫബറ്റിക് A ആണ്.
2 ഏറ്റവും കുറഞ്ഞ ലെറ്റേഴ്സ് ഉള്ള ഒരു പേര് അജോ, 2 അക്ഷരം, ഇംഗ്ലീഷിൽ 3 അക്ഷരം. കാര്യം കഴിഞ്ഞു, എളുപ്പം പരിപാടികൾ അവസാനിക്കും. എവിടെ ചെന്നാലും മത്സരത്തിൽ ചെന്നാലും ആദ്യത്തെ പേര് വിളിക്കും ചെസ് നമ്പറിൽ, അത് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കാഴ്ചക്കാരനായി നിൽക്കാം. ഇങ്ങനെയുള്ള പ്രത്യേകതകളെ എനിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങളുടെ പേരിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം ചോദിച്ചു. പ്രിയ സഹോദരി, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമ്മുടെ പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അജോ എന്ന് പറഞ്ഞാൽ ദ ലൈറ്റ്, വെളിച്ചം. ഹല്ലേലൂയ. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, ഇത്രയും വലിയ അർത്ഥം ഈ 3 വാക്കുകളിൽ നീ ഒതുക്കി തന്നുവല്ലോ, അതും എൻ്റെ പേരിന് എഴുതി വെച്ചുവല്ലോ എന്ന് ചോദിച്ച് ഞാൻ എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു, മമ്മി ഇങ്ങനൊരു വിഷയമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, അത് കാരണം ഇങ്ങനെയായിരിക്കും. എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വീട്ടിലെ 16 പെൺമക്കൾക്ക് ശേഷം ജനിച്ച ഒരു ആൺതരിയ ഞാൻ. ഇന്ന് ആ 16 പെൺമക്കളും മൊത്തം 24, 26 ഉണ്ട്, എണ്ണപ്പെട്ടിട്ടില്ല. ഞാൻ എണ്ണിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 17ാമനായി ജനിച്ച ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്താണ്, കർത്താവിനെ പിൻപറ്റിയതുകൊണ്ട്. അതുകൊണ്ട് മറ്റുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കാൻ നിന്നില്ല. ദ ലൈറ്റായിട്ട് എൻ്റെ തമ്പുരാൻ എൻ്റെ തലയ്ക്ക് മീതെ ഉദിച്ചു നിന്നതാകയാൽ ഇന്നും ആ കൃപയിൽ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഇന്ന് രാത്രികാലം ഈ ഒരു വിഷയം പറയാൻ ഇടവന്നത്, 1, ഞാൻ ഈ പേര് കണ്ടതുകൊണ്ട്, 2, ഇതിനകത്ത് ചിലർ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. അവരോടായി ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും വീർപ്പ് മുട്ടിയത് കൊണ്ട് നിങ്ങളുടെയും വിഷയങ്ങൾ അവസാനിക്കത്തില്ല പ്രിയരെ. എന്നാൽ ഇന്ന് രാത്രികാലം ആ താഴ്വരയുടെ നടുവിൽ തമ്പുരാൻ്റെ കാറ്റടിക്കാൻ, 4 ദിക്കിൽ നിന്നുള്ള കാറ്റ് എൻ്റെയും നിങ്ങളുടെ മേലടിക്കാൻ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുത്താൽ ഈ തമ്പുരാൻ ഈ നമ്മുടേതായ ചത്ത അസ്ഥികളെ ജീവൻ പ്രാപിപ്പിച്ച് മറുപടിയായി ഒരു സൈന്യമായി നിങ്ങളെ മുമ്പിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഈ 21 ദിവസക്കാലത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഏത് കോട്ടകളെ മിടിപ്പാൻ തക്കവണ്ണമുള്ള ശക്തി പകരപ്പെട്ടതായ മൺകൂടാരങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറുക മാത്രമല്ല, ഈ 2025 ആണ്ടിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇനിയും നമ്മിൽ ശേഷിക്കുന്നുവെങ്കിൽ അതിനെ പ്രാപിച്ചെടുപ്പാൻ തമ്പുരാൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 12ാം ദിവസം എനിക്കിങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ ബീനാൻഡിയോടും ഈ ഗ്രേസ് മിനിസ്ട്രിയോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.